സുഹൃത്തുക്കൾ, ഞാൻ ആരിപ്പള്ളിയാടി വണ്ടൂർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക വായനശാലയിലെ ലൈബ്രറിയനാണ്. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കവിതയാണോ കഥയാണോ ലേഖനമാണോ എന്നൊന്നും എനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ചിന്തകളിൽ വന്ന ചിലത് പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം. എന്നെ നിങ്ങൾ പലർക്കും പരിചയമുണ്ടാകും, ഇതേപോലെ പല സദസ്സുകളിലും വെച്ച്. ഏതായാലും ഞാൻ എൻ്റെ ദൗത്യം തുടങ്ങുകയാണ്. തടങ്കൽ പാളയം എന്നാണ് ഞാനിതിന് പേരിട്ടിരിക്കുന്നത്. കാരാഗ്രഹത്തിൽ അവരെന്നെ കൈവിലങ്ങണിയിച്ചിരുന്നില്ല, കാലിൽ ചങ്ങലയും ഇട്ടിരുന്നില്ല, കഴുത്തിൽ വളയവും ഉണ്ടായിരുന്നില്ല, ഒരു തടങ്കൽ പുള്ളിയുടെ കോലം തോന്നിപ്പിക്കുന്ന വസ്ത്രവും അണിയിച്ചിരുന്നില്ല. 2-3 നേരം അളന്നു തൂക്കിയ നിർദ്ദിഷ്ട ഭക്ഷണം അടിച്ചേൽപ്പിച്ചിരുന്നില്ല. 5 മണിക്ക് എണീക്കണമെന്നോ ഇന്ന സമയത്ത് പണിക്കിറങ്ങണമെന്നോ ഇത്ര സമയം പണിയെടുക്കണമെന്നോ നിഷ്കർഷിച്ചിരുന്നില്ല. മറ്റുള്ളവരുടെ കൂടെ കൂടി കുളിക്കണമെന്നോ അവരനുവദിക്കുന്ന സമയം ടോയ്ലറ്റിൽ പോകണമെന്നോ സമയബന്ധിതമായി എല്ലാം ചെയ്തു തീർക്കണമെന്നോ ആജ്ഞാപിച്ചിരുന്നില്ല. കൂട്ടം കൂടരുതെന്നോ പാട്ട് പാടരുതെന്നോ വിലക്കിയിരുന്നില്ല. പക്ഷേ അവരെൻ്റെ കഴുത്തിൽ നേർത്ത ഒരു ചരട് കെട്ടി. അവരെൻ്റെ ഉപ്പാന്റെ കൈകൾ ഞാൻ ഒരിക്കലും കാണാത്തൊരുത്തൻ്റെ കൈകളുമായി കൂട്ടിച്ചേർത്ത് കാതിലെന്തോ പിറുപിറുത്തു. എല്ലാവരും കേൾക്കെ, ഞാൻ ഉണ്ടില്ലേലും നിന്നെ ഊട്ടുമെന്നും ഞാൻ ഉടുത്തില്ലേലും നിന്നെ ഉടുപ്പിക്കുമെന്നും മാലോകരുടെ മുന്നിൽ ആണയിടിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ തടങ്കൽ പാളയത്തിലെ അന്തേവാസികളായി. 2 റിപ്പബ്ലിക് ദിന ചിന്തകൾ. ഹേ മഹാമാതേ, സഹസ്രാബ്ദങ്ങളായി പല പല സാമ്രാജ്യങ്ങളായി നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന നിന്നെ സ്വാതന്ത്ര്യാനന്തര കാലത്ത് 500 ചില്ലുവാനം പ്രദേശങ്ങളിലായി നീ ചിതറിക്കിടക്കുമ്പോൾ നിന്നെ കൂട്ടിയിണക്കി വിളക്കി ചേർത്ത് ഇന്ത്യ എന്ന പേരു നൽകി പല പല ആടയാഭരണങ്ങളും നൽകി ഒരു പുതുമണവാട്ടിയായി നിന്നെ